Hi students, welcome to the lecture. Today we will be dealing with income distribution and factor pricing. Without much delay, let's move on to the topic. Functional and personal income distribution. Functional distribution. It is a study of income earned by four factors of production. What are the main four factors of production? That include land, labor, capital, entrepreneurship, etc. സോ ഈ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ നിന്നും ഏൺ ചെയ്തിരിക്കുന്ന ഇൻകത്തിനെ കുറിച്ചുള്ള പഠനമാണ് ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് അനലൈസസ് ഹൗ നാഷണൽ ഇൻകം ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമോങ് ദ ഓണേഴ്സ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് ഇപ്പോൾ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓൺടർപ്രണർഷിപ്പ്. സോ ഇതെന്ത് ലാൻഡിൽ നിന്ന് എന്ത് കിട്ടും? റെൻറ്റ്. ലേബറിന് എന്ത് കിട്ടും? വേജ്. അതുപോലെ തന്നെ ക്യാപിറ്റലിൽ നിന്ന് എന്ത് കിട്ടും? പ്രോഫിറ്റ്സ്. ഓൺടർപ്രണറിനും പ്രോഫിറ്റ്സ് തന്നെ. ക്യാപിറ്റലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റും ഓൺടർപ്രണറിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് പ്രോഫിറ്റുമാണ്. സോ ഈ ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷനകത്ത് എന്താണ് നോക്കുന്നത്? നാഷണൽ ഇൻകം, ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന റെൻറ്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, ഈ 4 കാര്യങ്ങളാണ് നാഷണൽ ഇൻകം ഡിസ്ട്രിബ്യൂഷനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നാണ് ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷനകത്ത് പറയുന്നത്. സോ അതിനെയാണ് ഇതിനകത്ത് ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകത്തിൻ്റെ അകത്ത് അനലൈസ് ചെയ്തിരിക്കുന്നത്. സോ ദ നെക്സ്റ്റ് തിങ് ഈസ് പേഴ്സണൽ ഡിസ്ട്രിബ്യൂഷൻ. It is the pattern of national income distribution among the people of the country without any reference to the form of income. ഏത് ഫോം ഓഫ് ഇൻകം എന്ന് സ്പെസിഫൈ ചെയ്യാതെ ഒരു രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ എല്ലാം ടോട്ടൽ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ നോക്കുന്നതാണ് പേഴ്സണൽ ഡിസ്ട്രിബ്യൂഷൻ. ആസ് ദ നെയിം സജസ്റ്റ്, പേഴ്സണൽ ഇൻഡിവിജ്വലിനെയാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ആ ഇൻഡിവിജ്വലിൽ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഏൺ ചെയ്തിരിക്കുന്ന ടോട്ടൽ ഇൻകം, അതാണ് ഇതിനകത്ത് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇറ്റ് ഓൺലി ഇൻക്ലൂഡ് ദ ടാലൻസ്, എബിലിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് പീപ്പിൾ. അതുകൊണ്ട് തന്നെ അവർ ഏൺ ചെയ്തിരിക്കുന്ന ഇൻകവും ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു ഡോക്ടറിന് കിട്ടുന്ന ഒരു ഇൻകം ആയിരിക്കത്തില്ല ഫോർ എക്സാമ്പിൾ ഒരു സോൾജിയറിന് കിട്ടുന്നത്. അതേപോലെ അവരുടെ സ്കിൽസും അവരുടെ ടാലൻസും അനുസരിച്ച് ഇൻകം ഏൺ ചെയ്യുന്നത് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണൽ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ നമ്മളെ ഇൻകം ഇന്നിക്വാലിറ്റീസ് എന്തോരം നമ്മുടെ ലോകത്തുണ്ട് എന്ന് കാണിക്കുന്നതിൽ വളരെയധികം സക്സസ്ഫുൾ ആണ്. ഇനി നമ്മൾ കുറച്ച് കോൺസെപ്റ്റ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഈ കോൺസെപ്റ്റ്സ് വളരെ കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറീനെ കുറിച്ച് കാര്യമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. സോ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ടോട്ടൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റ്. എന്താണ് ടോട്ടൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ TPP? Total quantity of output produced by a firm for a given quantity of inputs. തന്നിരിക്കുന്ന ഇൻപുട്സ് യൂസ് ചെയ്തിട്ട് എത്ര ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ടോട്ടൽ ഫിസിക്കൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ടോട്ടൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് ഈസ് ആക്ച്വലി നത്തിങ് മോർ ദാൻ ടോട്ടൽ പ്രൊഡക്റ്റ്. ടോട്ടൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ പ്രൊഡക്റ്റ് തന്നെയാണ്. ഫിസിക്കൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ടേം നമ്മൾ അതിനകത്ത് ഇൻസേർട്ട് ചെയ്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് to keep the phrase consistent with average physical product and marginal physical product, the two terms useful in marginal productivity theory and analyzes the factor demand. ഫാക്ടർ ഡിമാൻഡ് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറി യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആവറേജ് ഫിസിക്കൽ പ്രൊഡക്റ്റ് അതുപോലെ തന്നെ ആവറേജ് മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന 2 കോൺസെപ്റ്റ് അത്യാവശ്യമാണ്. സോ അതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടും ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ടോട്ടൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ ഔട്ട്പുട്ട് തന്നെയാണ്. അതായത് നമ്മൾ എന്തോ ഒരു ഇൻപുട്ട് കൊടുക്കുന്നോ ആ ഇൻപുട്ട് യൂസ് ചെയ്തിട്ട് എത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു അതാണ് ടോട്ടൽ ഫിസിക്കൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഐ ഹോപ്പ് യു ആർ ക്ലിയർ. സോ നമുക്ക് മൂവ് ചെയ്യാം. APP or the average physical product. Average physical product is the amount of output produced per worker found by dividing the total physical product by the number of workers. അതായത്
ഒരു പെർട്ടിക്കുലർ വർക്കർ, ഫോർ എക്സാമ്പിൾ എ എന്ന് പറഞ്ഞിരിക്കുന്ന വർക്കർ എന്തോരം എമൗണ്ട് ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വർക്കേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് ഫിസിക്കൽ പ്രൊഡക്റ്റ്, അതായത് ഒരാൾ എത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കിട്ടുന്നത്. ഓക്കെ. If, for example, Valro Tex-Mex Taco World has a staff of 5 that generates a total physical output of 110 tacos, then the average physical product is 22 tacos per worker. അതായത് ടെക്സ് മെക്സ് ടാക്കോ വേൾഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കമ്പനി, ആ കമ്പനിയിൽ 5 സ്റ്റാഫ്സ് ആണ് ഉള്ളത്. അവരുടെ ടോട്ടൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് 110 ടാക്കോസ് ആണ്. അതായത് ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് 110 ടാക്കോസ് ആണ് ഉള്ളത്. അതിൽ 5 വർക്കേഴ്സും കൂടി ജോയിൻ ചെയ്തിട്ടാണ് ഈ 110 ടാക്കോസ് ഉണ്ടാക്കുന്നത്. സോ ഒരു വർക്കർ എത്ര ടാക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? 110 ഡിവൈഡഡ് ബൈ 5, വി വിൽ ഗെറ്റ് 22. അപ്പോൾ ഈ 22 ആയിരിക്കും ആവറേജ് ഫിസിക്കൽ പ്രൊഡക്റ്റ് ഓഫ് ദാറ്റ് ടെക്സ്-മെക്സ് ടാക്കോ. ഓക്കെ. സോ വിതൗട്ട് മച്ച് complication, let's move on. Next, we have MPP or marginal physical product. Marginal physical product. This is the change in total physical product. Total physical productൻ്റെ അകത്തുണ്ടാകുന്ന ചേഞ്ച് റിസൾട്ടിങ് ഫ്രം ദ ചേഞ്ച് ഇൻ ദ നമ്പർ ഓഫ് വർക്കേഴ്സ്. നമ്പർ ഓഫ് വർക്കേഴ്സ് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ടോട്ടൽ ഫിസിക്കൽ പ്രൊഡക്റ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചാണ് മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു അഡീഷണൽ വർക്കർ ഒരു കമ്പനിയിലോട്ട് എംപ്ലോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ അഡീഷണൽ വർക്ക് കാരണം ഉണ്ടാകുന്ന ഔട്ട്പുട്ട്, അതാണ് മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. Marginal physical product indicates how total production of Tex-Mex tacos changes when an extra worker is hired or fired. ഒരു വർക്കറിനെ നമ്മൾ ഹയർ ചെയ്ത് കഴിയുമ്പോൾ എന്തോരം ഔട്ട്പുട്ട് ഉണ്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു വർക്കറിനെ ഫയർ ചെയ്ത് കഴിയുമ്പോൾ എന്തോരം ഔട്ട്പുട്ട് കുറയുന്നുണ്ട്. അതാണ് മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഹയറിംഗ് എ 5th വർക്കർ മീൻസ് ദാറ്റ് Valdo's Tex-Mex Tacos World total physical product increases from 95 to 110 tacos. The addition of the 5th worker results in the production of additional 15. അതായത് ഇപ്പം നേരത്തെ 4 വർക്കർ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അവർ ടോട്ടൽ ടാക്കോസ് 95 കൊണ്ടുവന്നത്. 5ാമത്തെ വർക്കറിനെ ഹയർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ടാക്കോസ് 110 ആയി. അതായത് അപ്പം ഒരു അഡീഷണൽ വർക്കർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എത്ര ടാക്കോസിൻ്റെ ഇൻക്രീസ് ആണ് ഉണ്ടായത്? 15 ടാക്കോസിൻ്റെ ഇൻക്രീസ് ആണ് ഉണ്ടായത്. ഈ 15 ടാക്കോസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഐ ഹോപ്പ് യു ആർ ക്ലിയർ. നൗ വി ആർ ഡീലിംഗ് വിത്ത് മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സോ പ്ലീസ് പേ അറ്റൻഷൻ. Marginal productivity theory. It contributes a significant role in the factor pricing. ഫാക്ടർ പ്രൈസിങ്ങിൽ വളരെയധികം സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ തരുന്ന ഒരു കാര്യമാണ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ ക്ലാസിക്കൽ തിയറി ഓഫ് ഫാക്ടർ പ്രൈസിങ് ദാറ്റ് ഡെവലപ്സ് or advocated by a German economist T.H. von Thunein in 1826. 1826 T.H. വോൺ എന്ന് പറഞ്ഞിരിക്കുന്ന ജർമ്മൻ ഇക്കണോമിസ്റ്റ് ആണ് ക്ലാസിക്കൽ തിയറി ഓഫ് ഫാക്ടർ പ്രൈസിങ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കോൺസെപ്റ്റ്. ക്ലാസിക്കൽ തിയറി ഓഫ് ഫാക്ടർ പ്രൈസിങ് തന്നെയാണ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഈ തിയറിനെ പിന്നെ ഫർദർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് മറ്റ് ഇക്കണോമിസ്റ്റുകളായിട്ടുള്ള ജെ.ബി. ക്ലാർക്ക്, വാൽറസ്, ബെറോൺ, റിക്കാർഡോ, മാർഷൽ തുടങ്ങിയവരാണ്. ഈ തിയറി അനുസരിച്ച് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഈ തിയറി അവർ കാണിക്കുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ബേസിസിലാണ് കേട്ടോ. ആൻഡ് ദ പ്രൈസസ് ഓഫ് ദ സർവീസസ് റെൻഡേർഡ് ബൈ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഈക്വൽ ടു ദ മാർജിനൽ പ്രൊഡക്ടിവിറ്റി. അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ അകത്ത്
അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സർവീസസ്. ആ സർവീസസ് എന്ന് പറഞ്ഞിരിക്കുന്നത് മാർജിനൽ പ്രൊഡക്ടിവിറ്റിയോട് ഈക്വൽ ആയിരിക്കണം. മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് refers to the increase in the amount of output by the addition of one unit of factor of production while keeping other factors constant. മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഏതെങ്കിലും ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൻ്റെ ഇൻക്രീസ് കാരണം അതിന് ടോട്ടൽ ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന ചേഞ്ച്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു ലേബറിനെ അഡീഷണൽ ആയിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു അഡീഷൻ കാരണം ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന മാറ്റം, ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ മാർജിനൽ പ്രൊഡക്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇൻക്രീസ് ഇൻ ദ ഔട്ട്പുട്ട് വിത്ത് ദ ഇൻക്രീസ് ഇൻ വൺ യൂണിറ്റ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് നോൺ ആസ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി. നോക്ക്, ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷനെ നമ്മൾ ഓൾട്ടർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ എന്തോരം ഔട്ട്പുട്ടിൽ ഇൻക്രീസ് ഉണ്ടാകുന്നു അതിനെയാണ് നമ്മൾ മാർജിനൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. അതായത് ഇപ്പം 4 വർക്കേഴ്സ് ഉണ്ടായിരുന്നപ്പോൾ ടാക്കോസ് 95 ആയിരുന്നെങ്കിൽ 5ാമത്തെ വർക്കർ വന്നു കഴിഞ്ഞപ്പോൾ 110ആയി. ഈ അഡീഷണൽ 1 ലേബർ ആഡ് ചെയ്ത് കഴിയുമ്പോൾ 15 ടാക്കോസിൻ്റെ ഇൻക്രീസ് ആണ് ഉണ്ടായത്. അതായത് ഔട്ട്പുട്ട് 15 ടാക്കോസ് ആയിട്ട് ഉയർന്നു. അതിനെയാണ് നമ്മൾ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഐ ഹോപ്പ് യു ആർ ക്ലിയർ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് കൈൻഡ്ലി കമൻറ്റ്. ഓക്കെ, so let's move. Types of marginal productivity. The theory of marginal productivity can be understood more clearly by gaining knowledge regarding different types of marginal productivity. So നമ്മൾ മാർജിനൽ പ്രൊഡക്ടിവിറ്റിയുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്ടിവിറ്റി. It refers to an increase in output occurred due to the increase in one unit of factor of production. ഓൾറെഡി നമ്മൾ പറഞ്ഞു, മാർജിനൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഒരു യൂണിറ്റ് ഓഫ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ അഡീഷൻ കാരണം ഉണ്ടാകുന്ന ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന ഇൻക്രീസിനെയാണ് നമ്മൾ പറയുന്നത്. അക്കോർഡിംഗ് ടു MJ Ulmer, marginal physical productivity may be defined as an addition to the total production resulting from an employment of one unit of factor of production, all other being constant. നമുക്കറിയാം ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓൺടർപ്രണർഷിപ്പ്, ഇതാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഇതിൽ ഏതെങ്കിലും ഒരു ഫാക്ടറിന് അഡീഷൻ കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഒരു ലേബറിനെയും കൂടി ആഡ് ചെയ്തു, ബാക്കി എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെയും കോൺസ്റ്റൻ്റ് ആക്കി വെച്ചു. അങ്ങനെ ആ ഒരു ലേബറിനെ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റിൽ ഉണ്ടായ ഇൻക്രീസ്, ആ ഒരു ഇൻക്രീസിനെയാണ് മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ്. The general formula of marginal physical productivity is as follows. MPPN is equal to total PPN minus TPPN minus 1. ഇതിൽ n എന്ന് പറഞ്ഞിരിക്കുന്നത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ലേബറിനെയാണ് ഓൾട്ടർ ചെയ്തിരിക്കുന്നതെന്ന് കൺസിഡർ ചെയ്യുക. സോ നമ്മൾ ആ നമ്പർ ഓഫ് ലേബേഴ്സിനെയാണ് കാണിക്കുന്നത്. സോ മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്ടിവിറ്റി ഓഫ് n number of workers is equal to total physical productivity of the n workers minus total physical productivity of n minus 1 workers. ഓക്കെ, അതാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ഈ സെയിം നമ്മൾ കുറച്ച് മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്ടിവിറ്റി വെച്ച് ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ ഫോർമുല നമ്മൾ മാത്തമാറ്റിക്കൽ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു. ദാറ്റ്സ് ഇറ്റ്. ഇനി മാർജിനൽ റവന്യൂ പ്രൊഡക്ടിവിറ്റി എന്താണെന്നാണ് നോക്കുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദ കൺസെപ്റ്റ് ഓഫ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി വിത്ത് റെസ്പെക്ട് ടു ദ ചേഞ്ച് ഇൻ ടോട്ടൽ റവന്യൂ. ടോട്ടൽ റവന്യൂവിലുണ്ടാകുന്ന ചേഞ്ച് വെച്ചിട്ട് മാർജിനൽ പ്രൊഡക്ടിവിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് മാർജിനൽ റവന്യൂ പ്രൊഡക്ടിവിറ്റി. സോ ആ ഒരു പേരിൽ തന്നെയുണ്ട്, ടോട്ടൽ റവന്യൂവിലുണ്ടാകുന്ന ചേഞ്ച് ആണ് അവിടെ നോക്കുന്നത്. As per MJ Ulmer, marginal revenue productivity may be defined as an addition to the total revenue resulting from the employment of one unit of factors of production, all other being constant. അതായത് 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്, അതിൽ 3 കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് ഒരെണ്ണത്തിൽ മാത്രം ചേഞ്ച് ഉണ്ടാവുകയാണ്. ആ ഒരു ചേഞ്ച് ടോട്ടൽ റവന്യൂവിൽ ഉണ്ടാകുന്ന ഇൻക്രീസിനെയാണ് മാർജിനൽ റവന്യൂ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. Let us understand the concept of marginal revenue productivity with the help of an example.
Suppose one labor is able to produce wheat which is worth of ₹50. 50 രൂപ വില മതിക്കുന്ന രീതിയിൽ ഒരു ലേബറിന് വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഒരു അഡീഷണൽ ലേബറിനെ കൂടി ഹയർ ചെയ്തു. ദെൻ റവന്യൂ ജനറേറ്റഡ് ഫ്രം ദാറ്റ് വീറ്റ് വിൽ ബി 60. സോ എന്താണ്, ഒരു അഡീഷണൽ ലേബറിനും കൂടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും റവന്യൂ ജനറേറ്റഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് 60 ആയി. In such case, the marginal revenue productivity of the second labor is 60 minus 50, that is 10. Okay. ടോട്ടൽ റവന്യൂവിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ അഡീഷൻ കാരണം ഉണ്ടായിരിക്കുന്ന ഇൻക്രീസിനെയാണ് മാർജിനൽ റവന്യൂ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. The formula for calculating marginal revenue productivity is as follows. Marginal revenue productivity is equal to marginal physical productivity into marginal revenue. Okay. Marginal physical productivity into marginal revenue ആണ് എന്ത്, മാർജിനൽ റവന്യൂ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഈസ് വാല്യൂ ഓഫ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി. It refers to the value obtained by multiplying the marginal physical productivity with the price of the product produced. Value of marginal productivity എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളൊരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഉണ്ടാക്കുവാണല്ലോ, ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൊണ്ട് മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്ടിവിറ്റീനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് വാല്യൂ ഓഫ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മളൊരു അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു, ആ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതിനെ അതിൻ്റെ പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണോ കിട്ടുന്നത് അതാണ് വാല്യൂ ഓഫ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി. അക്കോർഡിംഗ് ടു Ferguson, the value of marginal product of a variable factor is equal to its marginal product multiplied by the market price of the commodity in question. Okay, next the formula of value of marginal productivity is marginal physical productivity into average revenue. അവിടെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ എന്താ ലഭിക്കുക, വാല്യൂ ഓഫ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി. ഓക്കെ. Here VMP is equal to value of marginal productivity and MPP is equal to marginal physical productivity and AR is equal to market price of that particular product. I think you are clear. Let us understand the concept of value of marginal productivity with the help of an example. Suppose the market price of the wheat is ₹10. അതായത് ഒരു ക്വിൻ്റലിന് 10 രൂപയാണ് മാർക്കറ്റിൽ വീറ്റിൻ്റെ പ്രൈസ്. ആൻഡ് ദ മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ദ അഡീഷൻ ഓഫ് ലേബർ ഇസ് 4 ക്വിൻ്റൽസ് ഓഫ് ദാറ്റ് വീറ്റ്. ഇൻ സച്ച് കേസ് ദ വാല്യൂ ഓഫ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ദ അഡീഷണൽ ലേബർ എത്രയായിരിക്കും? 4 into 10, ദാറ്റ് ഇസ് 40. അതായത് മാർക്കറ്റ് പ്രൈസ് ഓഫ് ഒരു ക്വിൻ്റൽ വീറ്റിന് 10 രൂപയാണ്. ഒരു അഡീഷൻ ലേബർ വന്നപ്പോൾ അദ്ദേഹത്തിന് 4 ക്വിൻ്റൽസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. സോ ആ പെർട്ടിക്കുലർ വീറ്റിൻ്റെ വാല്യൂ എത്രയായിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും? 4 into 10, ദാറ്റ് ഇസ് 40. ഇനി നമ്മൾ പറയുന്നത് മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറിയുടെ അസംഷൻസ് ആണ്. ഓക്കെ. Assumptions of marginal productivity theory. First one is the perfect competition in the product market. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഉണ്ടാവുന്നത്. It refers to the main assumption of marginal productivity theory. In the marginal productivity theory, it is assumed that there is perfect competition in the product market. Marginal productivity theoryയിൽ നമ്മുടെ ബേസിക് അസംഷൻ ആണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മാർക്കറ്റ് കണ്ടീഷൻ. Thus, a change in output of an organization would not affect the market price of that product. അപ്പോൾ എന്താ സംഭവിക്കുക? ഒരു പെർട്ടിക്കുലർ ഔട്ട്പുട്ട് ഒരു ഓർഗനൈസേഷന് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാർക്കറ്റ് പ്രൈസിൽ ടോട്ടലി ഒരു എഫക്റ്റ് ഉണ്ടാവില്ല. ഇൻ സച്ച് കേസ് മാർജിനൽ റവന്യൂ ഇസ് ഈക്വൽ ടു ദ ആവറേജ് റവന്യൂ ഓഫ് ദ പ്രൊഡക്റ്റ്. MR ഇസ് ഈക്വൽ ടു AR എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കോൺസെപ്റ്റിലോട്ടേക്ക് മാറുകയാണ് ചെയ്തിരിക്കുന്നത്. അഡീഷണൽ റവന്യൂ ഈക്വൽ ടു മാർക്കറ്റ് പ്രൈസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ പ്രൊഡക്റ്റ്. നെക്സ്റ്റ് വൺ ഈസ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു.
പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുന്നത്. ആൻഡ് ഇംപ്ലൈസ് ദാറ്റ് ഓർഗനൈസേഷൻസ് ആർ റിക്വയർഡ് ടു പർച്ചേസ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അറ്റ് എ പ്രിവൈലിംഗ് മാർക്കറ്റ് പ്രൈസ് ഓൺലി. അപ്പോൾ നമുക്കറിയാം ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ കേസിൽ ഒരു പ്രിവൈലിംഗ് മാർക്കറ്റ് പ്രൈസ് ഉണ്ടായിരിക്കും. ആ ഒരു മാർക്കറ്റ് പ്രൈസിൽ മാത്രമാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇൻ കേസ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും പെർഫെക്റ്റ്ലി മൊബൈൽ അല്ല, അല്ലെങ്കിൽ മൂവബിൾ ആണ്. ഇൻ അഡീഷൻ ദ സപ്ലൈ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് പെർഫെക്റ്റ്ലി എലാസ്റ്റിക്. സപ്ലൈ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എലാസ്റ്റിക് ആണ്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പെർഫെക്റ്റ്ലി മൂവബിളും ആണ്. ഇനി വരുന്നത് ഹോമോജീനിറ്റി ഓഫ് ഫാക്ടേഴ്സ്. ദെൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. സോ സ്വാഭാവികമായിട്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ എല്ലാ യൂണിറ്റ്സും ഹോമോജീനിയസ് ആയേ പറ്റും. സോ ദാറ്റ് ദർ വിൽ ബി പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഫോർ ഈച്ച് അതർ. സോ അത് കഴിഞ്ഞിട്ട് നേരെ താഴെ വരുന്ന നെക്സ്റ്റ് ഫാക്ടറാണ് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ഓഫ് ഫാക്ടേഴ്സ്. Assumes that various factors of production act as substitutes for each other. നോക്ക്, നമ്മൾ ഓൾറെഡി പറഞ്ഞു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ് വരുന്നത്. സോ അവിടെ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടായിരിക്കും, ഹോമോജീനിയസ് പ്രൊഡക്ട്സ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇവിടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ കേസാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ എന്താണ്, ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ മറ്റൊരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് ഇവിടെ ആക്ട് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ക്യാപിറ്റൽ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഫോർ ലേബർ. Then next one is divisible factors. Assumes that various factors of production can be divided into small parts. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് എന്താണ്, വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ കുഞ്ഞു കുഞ്ഞു പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പോലെ തന്നെ മാർജിനൽ പ്രൊഡക്ടിവിറ്റിയിൽ മറ്റൊരു എയിം എന്ന് പറഞ്ഞിരിക്കുന്നത് മാക്സിമം പ്രോഫിറ്റ് ആണ്. അതായത് എല്ലാ ഓർഗനൈസേഷനെ പ്രധാന എയിം എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രോഫിറ്റ് മാക്സിമം ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ വരുന്നതാണ് ഫുൾ എംപ്ലോയ്മെൻറ്റ്. It refers to one of the assumptions of the marginal productivity theory. Under full employment condition, the supply of a factor of production is fixed in quantity. അതായത് ഇവിടെ നോക്ക്, ഈ ഒരു അസംഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ കാണിക്കുന്നത്, സപ്ലൈ ഓഫ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഫിക്സ്ഡ് ക്വാണ്ടിറ്റി ആയിരിക്കും എന്നുള്ളതാണ്. ഇനി വേരിയബിൾ ഇൻപുട്ട് കോഎഫിഷ്യൻ്റ് ആണ് നെക്സ്റ്റ് വരുന്ന അസംഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇൻ ആൻ ഓർഗനൈസേഷൻ ഇറ്റ് ക്യാൻ യൂസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇൻ ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ്. അതായത് ഇപ്പോൾ ലാൻഡും ലേബറും ക്യാപിറ്റലും ഓണ്ടർപ്രണർഷിപ്പ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസിൽ ഓരോ ഓർഗനൈസേഷനും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ക്വാണ്ടിറ്റി നമുക്ക് ഡിഫർ ചെയ്യാനായിട്ട് സാധിക്കും, ഒരു ഫാക്ടറിൻ്റെ ചേഞ്ച് ചെയ്യാം, പക്ഷേ ബാക്കി ഫാക്ടേഴ്സിൻ്റെ എല്ലാം എന്തായിരിക്കണം, കോൺസ്റ്റൻ്റ് ആക്കിയായിരിക്കണം വെക്കുന്നത്. നമ്മൾ നോക്കി മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറിയിൽ നമ്മളെല്ലാം നോക്കിയപ്പോഴും പറഞ്ഞിരിക്കുന്നത് കീപ്പിംഗ് അതർ ഫാക്ടേഴ്സ് കോൺസ്റ്റൻറ്റ് വി ക്യാൻ ഓൺലി ചേഞ്ച് വൺ ഫാക്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെ വരുന്നതാണ് സെയിം സ്റ്റേറ്റ് ഓഫ് ടെക്നോളജി. അസ്യൂംസ് ദാറ്റ് ദ ടെക്നോളജി യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ ഈസ് കോൺസ്റ്റൻറ്റ്. ഏത് ടെക്നോളജിയാണോ പ്രൊഡക്ഷൻ പ്രോസസ്സിന് യൂസ് ചെയ്തിരിക്കുന്നത് അത് കോൺസ്റ്റൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ് ഇതിനകത്തുള്ള നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ 9 അസംഷൻസ് ആണ് നമുക്ക് മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറിക്കകത്ത് ഉള്ളത്. ഇനി നമ്മൾ ലിമിറ്റേഷൻസ് ഓഫ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറിയാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറി കോൺട്രിബ്യൂട്ട്സ് സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ഫാക്ടർ പ്രൈസിങ്. യു നോ ദാറ്റ് നമ്മൾ ഫാക്ടർ പ്രൈസിങ്ങിന് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു റോളാണ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറി കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇൻ സ്പൈറ്റ് ഓഫ് ഇറ്റ്സ് മേജർ കോൺട്രിബ്യൂഷൻ ഇൻ ഫാക്ടർ പ്രൈസിങ്, ദ തിയറി സഫേഴ്സ് സർട്ടൻ ലിമിറ്റേഷൻ. അതായത് ഫാക്ടർ പ്രൈസിങ്ങിന് വളരെയധികം കോൺട്രിബ്യൂഷൻ ഈ ഒരു മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറി നൽകുന്നുണ്ടെങ്കിലും അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇനി ഏതാണ് ആ ലിമിറ്റേഷൻസ്? ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിരിക്കുന്നത് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള അസംഷൻസ് ആണ്. അതിൻ്റെ പ്രധാന കാരണം പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് ചൂസ് ചെയ്തിരിക്കുന്നതാണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാവുന്ന ഒരു കോൺസെപ്റ്റാണ്. അതൊരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. മോണോപോളിയൊക്കെയും അല്ലെങ്കിൽ സോണിയൊക്കെയാണ് പ്രധാനമായിട്ടും നടക്കുകയാണെങ്കിൽ നടക്കത്തുള്ളൂ. അല്ലാതെ ഒരിക്കലും ഈ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് റിയലി നടക്കില്ല. സോ അത് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അസംഷനാണ്. സോ അതിൻ്റെ ഫീച്ചേഴ്സാണ് താഴെ പറഞ്ഞിരിക്കുന്ന ഹോമോജീനിറ്റി, അതേപോലെ സബ്സ്റ്റിറ്റ്യൂഷൻ, പെർഫെക്റ്റ്ലി മൊബൈൽ, അങ്ങനെയുള്ള പല പല ഫീച്ചേഴ്സ്. സോ അതെല്ലാം അൺറിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. refers to the one of the major limitation. Marginal productivity theory stands true under certain conditions such as homogeneity of factors of production, perfect competition, perfect mobility of factors of production. Unlike this theory is applicable in a static economy. നമ്മുടെ ഇക്കോണമിയൊക്കെ എങ്ങനെയാണ്, ഡൈനാമിക് ആണ്, എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴും ചേഞ്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ചേഞ്ചിങ് ഇക്കോണമിയിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷന് ഒരു സ്ഥാനവും. അങ്ങനെ നിൽക്കുന്ന ഒരു ഇക്കോണമിയിൽ നമ്മൾ ഈ ഒരു അസംഷൻ അൺറിയലിസ്റ്റിക് ആണെന്ന് സ്വാഭാവികമായിട്ട് മനസ്സിലാവും. സോ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം,
പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് സ്റ്റാറ്റിക് ഇക്കോണമിയിൽ മാത്രം ആപ്ലിക്കബിൾ ആവുന്ന ഒരു കാര്യം ആണ്. ഓക്കെ, ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞു തന്നെയാണ്, വീണ്ടും വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് ബോറടിപ്പിക്കണ്ടല്ലോ. സോ നമുക്ക് നെക്സ്റ്റ്, ഡിഫിക്കൽട്ടി ഇൻ മെഷർമെൻറ്റ്. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ കനോട്ട് ബി മെഷർഡ് ആക്യുറേറ്റ്ലി. മാർജിനൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇതിന് കാരണം എന്ന് പറഞ്ഞിരിക്കുന്നത്, while determining the marginal productivity of factor, other factors are kept constant, which is not possible in real scenario. അതായത് ഇപ്പം നോക്ക്, നമ്മൾ ഇതിനകത്ത് മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറി എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ 3 ഫാക്ടേഴ്സിനെ നമുക്ക് കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ട് ഒരു ഫാക്ടറിനെ ചേഞ്ച് ചെയ്തുകൊണ്ടാണ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ്റെ അകത്ത് നമ്മൾ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു കാര്യം റിയൽ ലൈഫിൽ നടക്കില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ ലേബേഴ്സിൻ്റെ നമ്പർ നമ്മൾ ഇൻക്രീസ് ചെയ്തു, മറ്റ് ഫാക്ടേഴ്സ്, അതായത് ഇപ്പോൾ ടൂൾസ്, അതുപോലെ മറ്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വീണ്ടും പ്രൊഡക്ഷൻ നടത്താനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ആ ഇൻക്രീസ് ചെയ്തിരിക്കുന്ന ലേബർ ഐഡല്ല ഇപ്പോൾ, അല്ലേ? സോ അങ്ങനെ ലിമിറ്റേഷൻസും നമ്മുടെ ഈ മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറിക്കുണ്ട്. സോ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസോ ഉണ്ടെങ്കിൽ പ്ലീസ് കൈൻഡ്ലി കമൻറ്റ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിൽ അതും കൂടി രേഖപ്പെടുത്തണം, സോ ദാറ്റ് എനിക്കും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. I hope you enjoyed the lesson. Thank you so much and God bless.